Hi കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരൻ ചാനൽ. ത്രികോണ പരപ്പ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ ലാസ്റ്റ് പ്രവർത്തനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പേജ് നമ്പർ 146 കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അത് ഇവിടെ ബോർഡിൽ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഞാൻ പേപ്പറിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ഈ പാഠത്തിലെ ലാസ്റ്റ് കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം ഇവിടെ ഞാനൊരു പഠനോപകരണം ഈ പാഠഭാഗവുമായി തയ്യാറാക്കിയതാണ്. ഫോം ബോർഡ് ഉപയോഗിച്ചിട്ട് അതുപോലെ പുഷ്പിൻ ഉപയോഗിച്ചിട്ടുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഒരേ പാദം, ഇത് ഒരേ പാദത്തിൽ ബേസ് ഒന്നാണ്. എന്നിട്ട് ഈ ബേസിന് സമാന്തരമായിട്ട് മറ്റൊരു വര ഇവിടെ വരച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ഈ പിന്നുകൾ അമർത്തി വെച്ചിരിക്കുന്നത്. മറ്റൊരു വര വരച്ചു. അപ്പം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒരേ പാദവും ഇതിലെ ഈ സമാന്തര വരയിലെ വിവിധ മൂലകളുണ്ട്. ഞാൻ ഓരോ പിന്ന് ഇവിടെ വെച്ചിരിക്കുന്നത് അവിടെ ഓരോ ത്രികോണത്തിൻ്റെ ഇവിടെ ഇത് വെച്ച് ബേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന ത്രികോണത്തിൻ്റെ മൂലകളാണ്. ഈ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. അതായത് ഇത് പാദം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇത് പാദം. എന്നിട്ട് ഞാൻ ഇവിടേക്കിത് വെച്ചു. ഈ ത്രികോണത്തിൻ്റെ സെയിം പരപ്പളവ് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതേ പാദം തന്നെ ബേസ് ചെയ്യണം. എന്നിട്ട് ഇവിടേക്ക് വെച്ചാലും ഉണ്ടാകുന്നത്. ഇനി നമുക്കിതിന് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള പറഞ്ഞിട്ടുള്ളതും കൂടെ നോക്കാം. ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ദ സെയിം ഏരിയ. അതായത് ഇതിൻ്റെ എല്ലാം ഹൈറ്റ് സെയിം ആണ്. നമുക്കറിയാം ഈ ഹൈറ്റ് തന്നെയാണ് ഇതിലേക്കെല്ലാം. അതുകൊണ്ടാണ് സമാന്തര വര വേണം എന്ന് പറഞ്ഞത്. ഇനി ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതിലേക്ക് വെക്കുകയാണ്. ഈ ട്രയാങ്കിളിൻ്റെ അതേ പരപ്പളവാണ് ഇതിനുള്ളതും ഇതിനുള്ളതും. ഇനി ഞാൻ ഇവിടേക്ക് വെച്ചു, ദാ ഇങ്ങനെ വെച്ചു, ഇവിടേക്ക് വെച്ചു. ഇതിനും ഒക്കെ സെയിം പരപ്പളവാണ് ഉള്ളത്. അതായത് നമുക്കറിയാം ഒരേ ബേസ് ആയിരിക്കണം. ഇതിന് സമാന്തരമായ വരയിൽ വരയ്ക്കുന്ന ത്രികോണത്തിൻ്റെ മൂന്നാം മൂലയാണ് ഇതെല്ലാം. അതിലേക്ക് വരയ്ക്കുന്ന എങ്ങനെ വരച്ചാലും അത് ഒരേ പരപ്പളവായിരിക്കും എന്നാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാനൊരു പഠനോപകരണം വെച്ച് കാണിച്ചു തന്നാണ്. ഇവിടെ പേജ് നമ്പർ 144 ഇതിൻ്റെ എല്ലാം ഹൈറ്റ് എന്താണ്? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് പരപ്പളവ് തുല്യമാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനങ്ങൾ ലാസ്റ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഇവിടെ 146 3 കണക്കുകളാണ് ഉള്ളത്. അതിലൊന്നാമത്തെ കണക്ക് നമുക്കൊന്ന് നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈസ് 3, 4 and 6 centimeters. Draw 3 different right triangle of the same area. അതായത് വശങ്ങളുടെ നീളം 3, 4, 6 സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള 3 വ്യത്യസ്ത മട്ട ത്രികോണങ്ങൾ വരയ്ക്കുക. അപ്പം നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാൻ തുടങ്ങാം. ആദ്യം വെറുതെ ഒരു മോഡൽ പിക്ചർ ഒന്ന് വരയ്ക്കാം. ആദ്യം നമ്മളൊരു മോഡൽ പിക്ചർ വരച്ചു. അത് വരച്ചിട്ട് ഞാനിതിലേക്ക് നമുക്ക് അളവുകളൊക്കെ നോക്കാൻ ഓരോ പ്രാവശ്യം ടെക്സ്റ്റിലേക്ക് നോക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുകയാണ്. അപ്പോൾ 6 സെൻറ്റിമീറ്ററിന് പകരം ഞാൻ കുറച്ച് വര നീട്ടി വരച്ചു. നീട്ടി വരച്ചിട്ട് ഇതിനകത്ത് 6 സെൻറ്റിമീറ്റർ ഞാൻ അടയാളപ്പെടുത്തി. കറക്റ്റ് ഇവിടെ നോക്കുക, 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കിട്ടേണ്ടത് 3 സെൻറ്റിമീറ്റർ അളവിലും 4 സെൻറ്റിമീറ്റർ അളവിലും അകലത്തിലായിട്ട് ഒരു ബിന്ദു കിട്ടണം. അപ്പോൾ ആദ്യം 3 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുക്കുകയാണ്. 3 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം ഒരു വൃത്തഭാഗം വരയ്ക്കുക. ഇനി 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക, കറക്റ്റ് അളന്നെടുക്കുക. ഖണ്ഡിച്ച ബിന്ദു തമ്മിൽ യോജിപ്പിക്കുക. ഇനി 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഇവിടെ അളന്നെഴുതി. ഇനി നമുക്ക് ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം
മട്ടത്രികോണം കിട്ടണം. അപ്പം അതിനു വേണ്ടി നമുക്ക് ഈ മൂല വരുന്ന ഒരു സമാന്തര വര കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്ത് ഈ വരയോട് ചേർത്ത് വെക്കുക. ഈ വശം എന്ത് ചെയ്യണം? സ്കെയിലും ചേർത്ത് പിടിക്കുക. സ്കെയിലും ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഈ കറക്റ്റ് ഈ മൂലയിലൂടെ കടന്നു പോകത്തക്ക വരത്തിൽ നീട്ടി വരയ്ക്കാം. ഇനി ഇത്രയും വരച്ചപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സ്കെയിൽ വെച്ചിട്ട് വര ഒന്നും കൂടെ നീട്ടാം. ഇത് നീട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിലൊരു മട്ടത്രികോണം വരച്ചാൽ മതി. മട്ടത്രികോണം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഈ ബിന്ദുവിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. 6 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം. നോക്കൂ, ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ നമുക്ക് അളന്നെടുക്കാം. 6 സെൻറ്റിമീറ്റർ കറക്റ്റ് തന്നെ വേണം കേട്ടോ. കാരണം എന്നാലേ ഈ പരപ്പളവിന് തുല്യമായ മറ്റൊരു മട്ടത്രികോണം ഇവിടെ കിട്ടുള്ളൂ. ഇവിടെ 6 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. ഇനി ഇവിടുന്ന് കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 90 ഡിഗ്രി അളന്നെടുക്കുക. 90 മാർക്ക് ചെയ്തു. ഈ ബിന്ദുവും ഒരേ വരയിൽ വരത്തക്ക വിധം സ്കെയിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ ഇവിടെ കുത്തനെയുള്ളൊരു വര കണ്ടുപിടിച്ചു. അപ്പം നോക്കൂ, കുത്തനെ കിട്ടി. ഇനി ഈ ബിന്ദുവിൽ നിന്ന് ഇതിലേക്ക് യോജിപ്പിച്ചാൽ മതി. ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ കിട്ടിയ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ ഒരു വ്യത്യസ്ത മട്ടത്രികോണം വരച്ചു. ഇവിടെ 6 സെൻറ്റിമീറ്റർ ബേസ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? അടിയിൽ ഞാൻ ബേസ് 4 സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ 6 സെൻറ്റിമീറ്റർ എടുത്ത് 3 സെൻറ്റിമീറ്റർ എടുത്തും ത്രികോണം വരച്ചു. അത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സമാന്തര വര വരയ്ക്കാം. നോക്കൂ, ഇവിടെ ഞാൻ ഈ സെറ്റ് സ്ക്വയർ വെച്ചു. എന്നിട്ട് ഈ സ്കെയിൽ വെച്ചതിന് ശേഷം ഇതിങ്ങനെ നീട്ടി മൂന്നാമത്തെ ആ മൂല ത്രികോണത്തിൻ്റെ ഈ മൂല വരത്തക്ക വിധം കറക്റ്റ് ഞാനിതും കൂടെ നീട്ടി വരയ്ക്കുകയാണ്. ഇത് കുറച്ചും കൂടെ നീട്ടി വരയ്ക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ കറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നീട്ടാൻ പോകേണ്ടി വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. കാരണം ഈ ബേസ് തന്നെ വേണമല്ലോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ വരയ്ക്കണ്ട, വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വരയ്ക്കുന്നത്. ഇവിടുന്ന് തന്നെ 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം കേട്ടോ. ഇവിടുന്ന് വേണമെങ്കിൽ 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം. 4 സെൻറ്റിമീറ്റർ. ഈ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു കുത്തനെയുള്ള വര കണ്ടെത്താൻ പോവുകയാണേ. നമുക്ക് മട്ട അല്ലേ വേണ്ടത്? 90 ഡിഗ്രി വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൊട്രാക്ടർ വെച്ചു. കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഈ ബിന്ദുവും ഒരേ രേഖയിൽ വരത്തക്ക വിധം വെക്കുക. എന്നിട്ട് നമ്മൾ എവിടെ വരെ വരച്ചാൽ മതി? നമ്മളിവിടെ വരച്ച സമാന്തര വരയിലേക്ക് യോജിപ്പിച്ചാൽ മതി. ഈ മൂലയിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന ത്രികോണം നോക്കുക. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. തന്നെയുമല്ല, ഇത് എന്തായിരിക്കും? ഒരു മട്ടത്രികോണമാണ് ലഭിക്കുന്നത്. ആദ്യം വരച്ചപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? ഈ മട്ടത്രികോണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ വരച്ചു, ഇവിടെ 6 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടിയിൽ 3 സെൻറ്റിമീറ്റർ എടുത്തും കൂടെ വരയ്ക്കാം. ഇവിടെ നോക്കൂ, ഇത് 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചതാണ്. ഇനി ഇതിനകത്ത് 3 സെൻറ്റിമീറ്റർ, കാരണം ഈ ബേസ് ഇത് തന്നെ പറ്റുള്ളൂ, അതുകൊണ്ട് 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഇവിടെ നോക്കൂ, 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ എഴുതി. ഇനി നമുക്ക് ഇവിടെ മട്ടകോൺ കിട്ടണം. ഒന്നുകിൽ ഇവിടുന്ന് മട്ടം വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് മട്ടകോൺ അളന്നെടുക്കാം. ഇനി നോക്കൂ, ഈ അടയാളപ്പെടുത്തിയ 3 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ബിന്ദുവിലേക്ക് ഇത് യോജിപ്പിക്കുക.
അങ്ങനെ യോജിപ്പിക്കുമ്പോൾ കിട്ടിയ ഈ മട്ടത്രികോണത്തിൻ്റെ പരപ്പളവും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവും സെയിം ആയിരിക്കും. ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ അതേ പരപ്പളവുള്ള 3 വ്യത്യസ്ത മട്ടത്രികോണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, 3 വ്യത്യസ്ത മട്ടത്രികോണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഹൗ മെനി ഡിഫറെന്റ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് 2 sides 8 centimeters, 6 centimeters and area 12 square centimeters? What if the area is to be 24 square centimeters? അതായത് 2 വശങ്ങളുടെ നീളങ്ങൾ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററുമായ എത്ര വ്യത്യസ്ത ത്രികോണം വരയ്ക്കാം? ഇതിൽ തന്നെ പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്റർ ആയാലോ? ഇതാണ് ചോദ്യം. ഇതിൻ്റെ വിശദീകരണം ശരിക്കും പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ 143 ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം. ഞാൻ നേരിട്ട് വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ട് വരച്ചത് കാണിച്ച് പറഞ്ഞുതരാം. അപ്പം നമുക്ക് 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് അതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ആദ്യം 8 സെന്റിമീറ്ററിൽ ഒരു വശം വരച്ചു. ഈ വശം വരച്ചതിന് ശേഷം നമ്മൾ ചെയ്തത് അതിൻ്റെ ലംബം കുത്തനെയുള്ള വര ഹൈറ്റ് കണ്ടുപിടിക്കുകയാണ്, ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഈ ഹൈറ്റ് 3 സെന്റിമീറ്റർ നമുക്ക് വേണം. 3 സെന്റിമീറ്റർ എടുക്കാൻ കാരണമുണ്ട്. 8 3 24, 24ൻ്റെ പകുതിയാണ് 12 വരുന്നത്. അതുകൊണ്ടാണ് 3 സെന്റിമീറ്റർ എടുത്തത്. ഈ 3 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് പാരലൽ ലൈൻസ് അങ്ങോട്ട് വരയ്ക്കും. സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് നമ്മളിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ സമാന്തര വര ഞാൻ അങ്ങോട്ട് വരച്ചു. വരച്ചതിന് ശേഷം കോമ്പസിൽ 6 സെന്റിമീറ്റർ അളന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വരച്ചു. അപ്പം ഇവിടെ മുട്ടി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ത്രികോണം, പിന്നെ ഈ ബിന്ദു യോജിപ്പിച്ചാൽ മതിയല്ലോ. അപ്പം ഈ ഒരു ത്രികോണം നമുക്ക് കിട്ടി, നീല ഡോട്ടുകൾ ഇട്ട ത്രികോണം കിട്ടി. 6 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുമ്പോൾ ഈ സമാന്തര വരയിൽ ഇവിടെയും കൂടെ മുട്ടുന്നുണ്ട്. അപ്പം എന്ത് ചെയ്തു, ഈ 8 സെന്റിമീറ്റർ ഒരു ബിന്ദു ആയിട്ട് എടുത്ത് ഇതിലേക്ക് നമ്മൾ 6 സെന്റിമീറ്റർ യോജിപ്പിച്ചു. അപ്പം ഇവിടെയും നമുക്കൊരു ത്രികോണം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ, അതായത് ബേസ് 8 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുമ്പോൾ ഹൈറ്റ് 3 സെന്റിമീറ്ററുമായി 2 ത്രികോണങ്ങൾ കിട്ടും. ഇതേ രീതിയിൽ തന്നെ ബേസ് 6 സെന്റിമീറ്റർ എടുക്കുക. 6 സെന്റിമീറ്റർ എടുക്കുമ്പോൾ ഹൈറ്റ് 4 വരുന്നത്. 4 വരത്തക്ക രൂപത്തിൽ നമ്മൾ സമാന്തര വര വരച്ചു. അപ്പോൾ 6 4 24, 24ൻ്റെ പകുതി 12 തന്നെയാണ് വരിക. 12 ചതുരശ്ര സെന്റിമീറ്റർ ആണ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ 8 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്തിട്ട് ഈ സമാന്തര വരയിൽ 2 വശത്ത് കൂട്ടിമുട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം മുട്ടിയ ഇവിടേക്ക് 8 സെന്റിമീറ്റർ വരച്ചു. നമ്മൾ ആ ത്രികോണം പൂർത്തിയാക്കി. ആ ത്രികോണമാണ് ഇവിടെ റെഡ് ലൈനിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലേക്കും നമ്മൾ വരയ്ക്കുമ്പോൾ ഇതും 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ത്രികോണം നമ്മൾ യോജിപ്പിക്കുമ്പോൾ ഇവിടെയും വേറെ ത്രികോണം കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ 2 കിട്ടുന്നുണ്ട്. അപ്പൊ 12 സ്ക്വയർ സെന്റിമീറ്ററിൽ നമുക്ക് എത്ര ത്രികോണം കിട്ടുന്നുണ്ട്? ബേസ് 8 എടുക്കുമ്പോൾ 2 ത്രികോണം, 6 എടുക്കുമ്പോൾ 2 ത്രികോണം, അങ്ങനെ 4 ത്രികോണങ്ങൾ കിട്ടുന്നു. ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റർ ആയാലോ. അപ്പൊ അത് നമുക്ക് എത്ര കിട്ടും? നമ്മൾ ഇതന്നെ വരച്ചു നോക്കുക. ഞാൻ അതുകൂടെ വരച്ചിട്ടുണ്ട്. ഞാൻ ബേസ് 8 എടുക്കുമ്പോൾ 24 വരുമ്പോൾ ഒന്നുകിൽ 48 വരണം ടോട്ടല്. 8 6 48, 48ൻ്റെ പകുതിയാണ് 24. നമുക്കിങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാം. തിരിച്ച് ബേസ് 6 എടുത്തിട്ട് ഈ ഹൈറ്റ് 8 എടുത്തും വരയ്ക്കാം. പക്ഷെ ഇത് രണ്ടും സെയിം അല്ലേ? നോക്കൂ, ബേസ് 6 എടുത്തു, 8, 6 8 48ൻ്റെ പകുതി 24. തിരിച്ചു വരച്ചപ്പം അത് തന്നെ വരുന്നത് 6 8 48, 48ൻ്റെ പകുതി 24. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം ആണ്.
അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര ത്രികോണം വരയ്ക്കാം? ഒരു ത്രികോണം മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അടുത്തത് ചുവടെ കാണുന്ന ത്രികോണം നോട്ട് ബുക്കിൽ വരയ്ക്കുക. ഡ്രോ ദ ട്രയാങ്കിൾ ബിലോ ഇൻ ദ നോട്ട് ബുക്ക്. അപ്പം നമുക്ക് ഈ ത്രികോണം ഒന്ന് വരയ്ക്കാം. ഇതിൻ്റെ അളവ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. AB 7 സെൻറ്റിമീറ്റർ ആണ്, AC 5 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 60 ഡിഗ്രിയാണ്. ആദ്യം നമുക്ക് ആ ത്രികോണം ഒന്ന് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് 7 സെൻറ്റിമീറ്റർ അളവിൽ വരയ്ക്കാം. 7 സെൻറ്റിമീറ്റർ കറക്റ്റാണ് വരച്ചത്. ഇവിടെ ഞാൻ അളവ് എഴുതി വെച്ചു, 7 സെൻറ്റിമീറ്റർ. ഇനി 60 ഡിഗ്രി അളവിൽ ആ വര നീട്ടി വരയ്ക്കണം. അപ്പം നമുക്ക് കറക്റ്റ് 60 ഡിഗ്രി അളന്നെടുക്കാം. ഇവിടുന്ന് 0, 10, 40, 50, ഇവിടെ 60. ഈ വര നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് സ്കെച്ച് പെന്ന് ഉപയോഗിച്ചത്. ഇനി ഈ വര അങ്ങോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് ഇവിടെ 60 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഇതിൽ തന്നെയാണ് 5 സെൻറ്റിമീറ്റർ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. നോക്കുക, 5 സെൻറ്റിമീറ്റർ. ഇതിങ്ങനെ വെച്ചപ്പോൾ കറക്റ്റ് അവിടെ തന്നെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമ്മൾ നീട്ടി വരയ്ക്കുക. ഈ മൂന്നാമത്തെ വരയുടെ അളവ് നമുക്കറിയില്ല, നിങ്ങളങ്ങ് നീട്ടി വരച്ചാൽ മതി. ഇവിടെ 5 സെൻറ്റിമീറ്റർ എന്നെഴുതി. ഇതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ അടുത്ത ചോദ്യം, ഇതേ പരപ്പളവുള്ള ABP BCQ CAR എന്നീ ത്രികോണങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുക. ഈ അളവുകളിൽ വേണം അത് വരയ്ക്കാൻ. അതായത് ഡ്രോ ട്രയാങ്കിൾസ് ABP BCQ ആൻഡ് CAR ഓഫ് ദ സെയിം ഏരിയ വിത്ത് ആംഗിൾസ് ആസ് ഗിവൺ ബിലോ. ആദ്യത്തത് കോൺ BAP 90 ഡിഗ്രി ആയിരിക്കണം. കോൺ BAP ആംഗിൾ BAP 90 ഡിഗ്രി. രണ്ടാമത്തത് ആംഗിൾ CBQ പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി. 60 ഡിഗ്രി. മൂന്നാമത്തത് പറഞ്ഞിരിക്കുന്നത് കോൺ ACR 30 ഡിഗ്രി. അപ്പോൾ നമുക്കിത് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വര ഒന്നും കൂടെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാൻ കേട്ടോ. നീട്ടി വരച്ചിട്ട് വീണ്ടും ഒരു 7 സെൻറ്റിമീറ്റർ അളന്നെടുക്കാൻ പോവാം. നോക്കൂ, 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. ആദ്യം പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് എന്ത് ചെയ്യാണ്? 90 ഡിഗ്രി അളന്നെടുക്കുക. ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഒരേ ബിന്ദുവിലാകത്തക്ക വിധം സമാന്തര വരയിലേക്ക് യോജിപ്പിക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഇത് യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് ഇതേ പരപ്പളവുള്ള, ഇവിടെ നോക്കൂ, ഈ പരപ്പളവുള്ള ഇവിടെ BAP ആണ്. അപ്പോൾ BAP 90 ഡിഗ്രി നമുക്കിവിടെ കിട്ടി. ഇതേ പരപ്പളവുള്ള. അടുത്തത് ഇതേ ചിത്രത്തിൽ തന്നെ, ഇതേപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ, ഈ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവായിരിക്കണം. കോൺ CBQ 60 ഡിഗ്രി ആയിരിക്കണം. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതിനകത്ത് വേറെ വരയ്ക്കുകയാണ്. 7 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം. ഒരേ പാദം വേണമല്ലോ, അതുകൊണ്ട് 7 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. ഇവിടെ ഇത് 7 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി CBQ 60 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് 60 ഡിഗ്രി അളന്നെടുക്കുകയാണ്. നമുക്ക് ഇവിടെ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് 60 ഡിഗ്രി, ഇവിടെ നിന്ന് 60 ഡിഗ്രി അളന്നു. നോക്കൂ, ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. ഇനി CBQ ആണ് വേണ്ടത്. ഇവിടെ C, ഇത് B, ഇത് Q. ഇനി നമുക്ക് ഇതും കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം
ഈ ചിത്രത്തിൻ്റെ അതേ പരപ്പളവുള്ള CBQ നമുക്ക് കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ചിത്രം അതിൽ പറഞ്ഞിരിക്കുന്നത് കോൺ ACR 30 ഡിഗ്രിയാണ്. അത് വേണമെങ്കിൽ ഇതിൽ തന്നെ വരയ്ക്കാം, അതല്ലെങ്കിൽ വേറെ ഞാൻ ഇതിൽ ഈ വശത്തേക്കായിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അടുത്ത 7 സെൻറ്റിമീറ്റർ ഇതിൻ്റെ മുകളിൽ തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ആകെ ഒരു വൃത്തികേടായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വേറെ വരയ്ക്കുന്നത്. 7 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. എന്താ ഇവിടെ 7 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. ഇനി ACR ആണ്. അപ്പം ഞാൻ ഇവിടെ ഈ ക്യൂവിൻ്റെ അതേ ബിന്ദു ഇവിടെ C ആയിട്ടെടുത്തു, പിന്നെ ഇത് R ആയിട്ടെടുത്തു. അങ്ങനെ വരുമ്പോൾ ഈ സിയിൽ വെച്ചിട്ട് ആണ് നമ്മൾ അളക്കേണ്ടത്. 30 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇതൊരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ വരച്ച ത്രികോണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കളറിൽ വരച്ചത്. ഇപ്പം നമുക്ക് കിട്ടിയത് ACR അല്ലേ, ACR ഇത് 30 ഡിഗ്രി. ഇനി ഇത് യോജിപ്പിച്ചാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിൽ ആദ്യം ഒരു ത്രികോണം വരച്ചു, ബാക്കി 2 ത്രികോണങ്ങളും നമ്മൾ വരച്ചു. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ പ്രവർത്തനങ്ങളോടെ ത്രികോണ പരപ്പ്, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും തീർന്നു. ഇനി പഠിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് ഇനി താമസിക്കാതെ തന്നെ അടുത്ത പാഠത്തിലെ പ്രവർത്തനങ്ങളും ചെയ്തിടുന്നതായിരിക്കും, സമയം കിട്ടുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക, USSന് ഒരുങ്ങുക. ഈ പാഠം നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത് ആവശ്യമാണ് USSന്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ഓൾ, ബൈ.